ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ ലൈവ് പോകുന്ന സമയത്ത് ചിലപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലുമൊക്കെ ഫിൽറ്റേഴ്സ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും. അപ്പം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ആ ഫിൽറ്റേഴ്സ് മറ്റുള്ളവരുമായിട്ട് ഷെയർ ചെയ്യാവുന്നതാണ്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഇൻസ്റ്റാഗ്രാം ലൈവിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഫിൽറ്റേഴ്സ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ ഒരു ഫിൽറ്റർ എങ്ങനെ മറ്റുള്ളവരുമായിട്ട് ഷെയർ ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചിട്ടാണ്. അതിന് വേണ്ടിയിട്ട് ഇൻസ്റ്റാഗ്രാം ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. എന്നിട്ട് താഴത്ത് പ്രൊഫൈൽ ഫോട്ടോ കാണാൻ പറ്റും, അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്താൽ ഒന്നുകിൽ മുകളിൽ ഒരു പ്ലസ് ബട്ടൺ കാണാൻ പറ്റും, അതിൽ ക്ലിക്ക് ചെയ്തിട്ട് ലൈവ് സെലക്ട് ചെയ്യുക. അല്ലാന്നുണ്ടെങ്കിൽ താഴെ ഈ ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്തിട്ട് ലൈവ് സെലക്ട് ചെയ്യുക. എന്തായാലും ലൈവ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കുറേ ഫിൽറ്റേഴ്സ് കാണാൻ പറ്റും. ഇപ്പം നിങ്ങൾക്ക് ഇതിലേതെങ്കിലും ഒരു ഫിൽറ്റർ ഇഷ്ടപ്പെട്ടു, ബാക്കിയുള്ളവരായിട്ട് ഷെയർ ചെയ്യണം എന്ന് വിചാരിക്കുക. ഒരു എക്സാമ്പിളിന് എനിക്കൊരു ഫിൽറ്റർ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുക. അപ്പം ഇത് ബാക്കിയുള്ളവരുമായിട്ട് ഷെയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഫിൽറ്ററിൻ്റെ പേര് ഇവിടെ താഴെ കാണാൻ പറ്റും. ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് കുറേ ഓപ്ഷൻസ് കാണാൻ പറ്റും. ഇപ്പം ഇതിൽ നമുക്ക് സെൻഡ് ടു എന്നുള്ള ഓപ്ഷൻ കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇൻസ്റ്റാഗ്രാം വഴി ഇത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാനുള്ള ഓപ്ഷൻ കാണാൻ പറ്റും. ഇപ്പം ഞാൻ ഈ ഒരു പ്രൊഫൈലിലോട്ട് ഇത് സെൻഡ് ചെയ്യാണ്. ആ ഒരു പ്രൊഫൈൽ സെലക്ട് ചെയ്തതിന് ശേഷം സെൻഡ് സെലക്ട് ചെയ്യുക. സെൻഡ് സെലക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു പ്രൊഫൈലിലോട്ട് ആ ഒരു മെസ്സേജ് സെൻഡ് ആവുന്നതായിരിക്കും. ഇപ്പം ഇവർക്ക് ഈ ഒരു ഫിൽറ്റർ കാണാൻ പറ്റുന്നതായിരിക്കും. ഇനി നിങ്ങൾക്ക് മറ്റേതെങ്കിലും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ് വഴി സെൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു പേരിൽ ക്ലിക്ക് ചെയ്തിട്ട് ഷെയർ എഫക്റ്റ് ലിങ്ക് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മറ്റ് പ്ലാറ്റ്ഫോംസിൻ്റെ ലിങ്കും കാണാൻ പറ്റും. അപ്പം ഞാൻ ഉദാഹരണത്തിന് വാട്സപ്പ് സെലക്ട് ചെയ്യാണ്. എന്നിട്ട് ഈ ഒരു കോൺടാക്റ്റ് സെലക്ട് ചെയ്തു. എന്നിട്ട് ഇത് ഞാൻ സെൻഡ് ചെയ്യാണ്. അപ്പം ഇത് സെൻഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ഫിൽറ്ററിൻ്റെ ഇത് സെൻഡ് ആവുന്നുണ്ടാവും. അപ്പം ഇതിൽ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഈ ഒരു ഫിൽറ്റർ കാണാൻ പറ്റും. ഈ ഒരു പേജിലേക്കായിരിക്കും അവർ എത്തുക. അപ്പം ഇങ്ങനെ നമുക്ക് വളരെ സിമ്പിളായിട്ട് ഇൻസ്റ്റാഗ്രാം ലൈവിൽ നമുക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ള ഫിൽറ്റേഴ്സ് മറ്റുള്ളവരായിട്ട് ഷെയർ ചെയ്യാവുന്നതാണ്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. എന്തായാലും ഈ ഒരു വീഡിയോ പറ്റിയിട്ടുള്ള നിങ്ങളുടെ ജെന്യുവൻ ആയിട്ടുള്ള അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഇതുപോലുള്ള വീഡിയോസ് ഇനിയും കാണാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്.